മഹാത്മാഗാന്ധിയുടെ 64-ാം രക്തസാക്ഷിത്വ വാർഷിക ദിനമായ ജനുവരി 30 കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സർവമത പ്രാർത്ഥനാ സംഗമ വിശ്വശാന്തി പ്രയാണം സംഘടിപ്പിച്ചു. പ്രയാണം രാവിലെ 7-ന് കൊല്ലം പ്രസ് ക്ലബ് മൈതാനത്ത് സംസ്ഥാന ചെയർമാൻ അയ്യത്തിൽ സുദർശനൻ ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാനതല വിശ്വശാന്തി ദിനാചരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. പ്രയാണം കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തി. പ്രയാണത്തിന് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം ജില്ലാ ചെയർമാൻ ചേരൂർ പ്രസന്നൻ, സംസ്ഥാന വൈസ് ചെയർമാൻ കോലത്ത് മോഹനൻ പിള്ള, ജില്ലാ വൈസ് ചെയർമാൻമാരായ ഓറിയൽ ഫോൺസൈക്ക, മാടന്നട വി മധുലാൽ, ജില്ലാ സെക്രട്ടറിമാരായ മങ്ങാട് സുബിൻ നാരായണൻ, ചന്ദനത്തോപ്പ് നിസാമുദ്ദീൻ, ചാലിയിൽ വി എൽ ജോസ്, സുരേഷ്, അഡ്വക്കേറ്റ് സജീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ യഹിയ, ഷെരീഫ്, അഷ്റഫ് മുസ്ലിയാർ, മുണ്ടയ്ക്കൽ ചന്ദ്രബാബു, ഡി മാർട്ടിൻ, ജോസ്, രാജശേഖരൻ നായർ, എസ് സുരേഷ്, ഷെരീഫ്, പി ജി സലീംകുമാർ എന്നിവർ നേതൃത്വം നൽകി. സർവമത പ്രാർത്ഥനാ സംഗമ വിശ്വശാന്തി പ്രയാണം ഓരോ പ്രദേശത്തും സഞ്ചരിച്ച് മഹാത്മജിയുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രാഷ്ട്രത്തിൽ ഐക്യവും അഖണ്ഡതയും കാത്തുപുലർത്തുവാനും സംരക്ഷിക്കുവാനും ജനാധിപത്യ പാരമ്പര്യവും അക്രമരാഹിത്യത്തിലൂടെ നിലനിർത്തി രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് ഭാഗവക്കാക്കുവാനുമുള്ള പ്രതിജ്ഞാബദ്ധമായ സന്ദേശവുമായാണ് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം മുന്നോട്ട് നീങ്ങുന്നത്. മഹാത്മാഗാന്ധി ശക്തമായ സമരത്തിലൂടെ 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നുവെങ്കിൽ ആ മഹാത്മാഗാന്ധി 1948 ജനുവരി മാസം 30-ാം തീയതി സർവമത പ്രാർത്ഥനാ വേളയിൽ വെച്ച് ഡൽഹിയിലെ ബിർള മന്ദിരത്തിന് സമീപത്തുള്ള പുൽത്തകിടിയിൽ സർവമത പ്രാർത്ഥനയ്ക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘാതകന്റെ വെടിയേറ്റ് പിടഞ്ഞുവിട വരിഞ്ഞു. പ്രയാണം എത്തിച്ചേരുന്ന പ്രധാന ഭാഗങ്ങളിൽ സൗഹൃദ കൂട്ടായ്മയും ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞയും സംഘടിപ്പിച്ചിരുന്നു.